അടുത്ത സെക്കൻഡ് മോഡ്യൂളിൽ ചോദിച്ചിട്ടുള്ള വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണിത്. മാഗ്നറ്റൈസേഷൻ കർവിൻ്റെ വാല്യൂ തരും, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരച്ച് കണ്ടുപിടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് 1500 RPMത്തിലെ റീഡിങ്സ് ആണ് തന്നിരിക്കുന്നത് OC ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ കർവിൻ്റെ. OC ടെസ്റ്റിനെ തന്നെയാണ് മാഗ്നറ്റൈസേഷൻ കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. OC കർവിനെ തന്നെയാണ്, ഓപ്പൺ സർക്യൂട്ടിക് ആരേ തന്നെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഫീൽഡ് കറണ്ടും E0യും തന്നിട്ടുണ്ട്, ആ വാല്യൂ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നോ ലോഡ് EMF ഫോർ എ ടോട്ടൽ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഓഫ് 100 ohm 100 ohm റെസിസ്റ്റൻസിലുള്ള നോ ലോഡ് EMF കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് 1500 RPMത്തിലെ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ടൊക്കെ തോന്നുമെങ്കിലും ശരിക്കും സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഫീൽഡ് കറണ്ട് നോക്കുക. ഫീൽഡ് കറണ്ട് എല്ലാം കറക്റ്റ് ഈക്വൽ ഡിവിഷനിലാണ് പോയിരിക്കുന്നത്. 0.4, 4, 8, 1.2, 1.6 ഈക്വലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫീൽഡ് കറണ്ടിൽ വലിയ പണിയൊന്നുമില്ല. എക്സ് ആക്സിസ് വരച്ചിട്ട് ഈക്വലായിട്ട് നമുക്ക് എഴുതി വെക്കാം. E0 ആണ് പല പല റീഡിങ്സ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഈക്വൽ ആക്കണം. അപ്പം ഞാൻ ഗ്രാഫിലൊന്നുമല്ല വരച്ചിരിക്കുന്നത്, നിങ്ങൾ ഗ്രാഫിൽ വരച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ എക്സ് ആക്സിസിൽ സെയിം റീഡിങ്സ് തന്നെ എഴുതിയാൽ മതി, കാരണം ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് കേട്ടോ. എക്സ് ആക്സിസിൽ ഫീൽഡ് കറണ്ട് എടുക്കുക, വൈ ആക്സിസിൽ നമ്മൾ 50ൻ്റെ ഈക്വലായിട്ട് 50 വെച്ച് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുകയാണ്. 50, 100, 150, 200, 250, 300, 350 എന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഫസ്റ്റ് റീഡിങ് പറഞ്ഞിരിക്കുന്നത്? 0ൽ 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫീൽഡ് കറണ്ട് 0 ആകുമ്പം 6 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഈ വോൾട്ടേജിന് പറയുന്ന പേരെന്താണ്? റെസിഡ്യുവൽ വോൾട്ടേജ് കേട്ടോ. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, റെസിഡ്യുവൽ വോൾട്ടേജ് എത്രയാണെന്ന്. അപ്പോൾ 6 എന്ന് പറയുന്നത് റെസിഡ്യുവൽ വോൾട്ടേജ് ആണ്. ഇനി ഫീൽഡ് കറണ്ട് 0.4 ആയിരിക്കുമ്പം 60 ആണ് വോൾട്ടേജ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 50 ആണ് എടുത്തിരിക്കുന്നത്. 60 എന്ന് പറയുന്നത് അപ്പോൾ കുറച്ചുകൂടി മുകളിൽ വരും. അടുത്ത പോയിന്റ് 0.8ൽ 120 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 100നും 150ക്കും ഇടയിൽ വരും. ഇനി അത് എടുക്കാൻ അറിയാൻ വയ്യാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഡിവിഷൻ, ഇവിടെ ഒരു 10 ചതുരം കഴിയുമ്പോഴാണ് 50 എന്ന് നമ്മൾ അടയാളപ്പെടുത്തുക അല്ലേ. അടുത്ത ഒരു 10 ചതുരം കഴിയുമ്പോഴാണ് 100 വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ചെറിയ ചതുരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ചതുരം കഴിയുമ്പോഴാണ് 50. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് 5 ആയിരിക്കും അല്ലേ. 10 മിഠായിക്ക് 50 രൂപയാണെങ്കിൽ ഒരു മിഠായിക്ക് എത്ര രൂപയായിരിക്കും? 50/10 ചെയ്താൽ 5 കിട്ടും അല്ലേ, 5. അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഒരു ചതുരം എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഇപ്പോൾ 120 കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 120 ഈ ഗ്രാഫിൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ 120 ഡിവൈഡഡ് ബൈ ഒരു ചെറിയ ചതുരത്തിൻ്റെ വാല്യൂ എത്രയാണ്? 5 എന്ന് അറിയത്തില്ലേ. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 5 എടുത്താൽ മതി. 120 ഡിവൈഡഡ് ബൈ 5 എടുക്കുമ്പം ഒരു നമ്പർ കിട്ടും. ആ നമ്പർ എണ്ണി എടുക്കാം. ഓക്കെ, 120 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 24 എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 10, ഇവിടെ നിന്ന് ഇവിടം വരെ 20, 20 കഴിഞ്ഞിട്ട് ഒരു 4 ചതുരവും കൂടി എടുക്കുക. അപ്പോൾ 24ലാണ് 120 ഇരിക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞതെല്ലാം നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡിവിഷനും ഓരോ പോയിൻറ്റ്സ് എവിടെയാണെന്നുള്ളത് കിട്ടും. അങ്ങനെ പോയിൻറ്റ്സ് എല്ലാം അടയാളപ്പെടുത്തി നമ്മൾ ഇതേപോലെ കർവ് വരയ്ക്കുക. കർവ് ജോയിൻ ചെയ്ത് പോയിൻറ്റ്സിനെല്ലാം കൂടി ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു കർവ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നോ ലോഡ് EMF ഫോർ എ ടോട്ടൽ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഓഫ് 100 ohm. ഒരു റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് 100 ohm എന്നുള്ള, ആ 100 ohമിലുള്ള EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസ് R = V/I ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് ഓൾറെഡി 100 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വോൾട്ടേജ് 100ഉം കറണ്ട് 1ഉമായിട്ട് എടുത്താലും എന്താണ്? റെസിസ്റ്റൻസ് 100 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ വോൾട്ടേജ് 100ഉം ഇവിടെ കറണ്ട് ഏകദേശം 1. ഇതിനകത്ത് കറക്റ്റായിട്ട് എനിക്ക് അടയാളപ്പെടുത്താൻ പറ്റില്ല, പക്ഷേ ഗ്രാഫിൽ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. 1 അടയാളപ്പെടുത്തുക. 1ഉം 100ഉം കൂടി ഒരുമിച്ച് വരുന്ന ആ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ് എടുക്കുക. അത് ഒറിജിനിൽ നിന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 ohm റെസിസ്റ്റൻസിൻ്റെ വര കിട്ടും. ഓക്കെ, ആ വര നമ്മുടെ ഓസിസിൽ എവിടെയെങ്കിലും പോയി ടച്ച് ചെയ്യും. ഓക്കെ, ആ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ആ വോൾട്ടേജ്. 100 ohm റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ്, നോ ലോഡ് വോൾട്ടേജ് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്ന വോൾട്ടേജ് 227.5 ആണ്. നിങ്ങളത് ഗ്രാഫിൽ ചെയ്ത് നോക്കുക.
അടുത്ത ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ഓഫ് 1500 RPM എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ OCC 1500 RPMത്തിലാണ് നമ്മൾ വരച്ച് വെച്ചേക്കുന്നത്. ആ OCCക്ക് ഒരു ടാൻജൻറ്റ്, അതിന് ചേർന്നൊരു വര വരയ്ക്കുക. അത് എവിടെയാണോ അവസാനം നമ്മുടെ ഈ OCCനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് ആ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, പോയിന്റിനെ ജോയിൻ ചെയ്യുക. അപ്പം ഞാനിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് 1.5ഉം 225 ആണ് കേട്ടോ. ജോയിൻ അവസാനം കൂട്ടിമുട്ടിയിരിക്കുന്ന പോയിന്റ്. അപ്പോൾ 225 1.5ഉം കൂടി ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ് 225/1.5 ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു റെസിസ്റ്റൻസ് കിട്ടും. V/I ആണ്. ഇത് വിയും ഇത് ഐയും അല്ലേ. V/I ചെയ്യുമ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് 150 Ohm ആണ്. അപ്പോൾ 150 Ohm ആണ് അവിടുത്തെ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് വരയ്ക്കാൻ OCCക്ക് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ടാൻജൻറ്റ് വരച്ചിട്ട്, ടാൻജൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വര. എന്നിട്ട് അത് എവിടെയാണോ ലാസ്റ്റ് കൂട്ടിമുട്ടുന്നത് ആ പോയിന്റ് എടുക്കുക. ആ പോയിന്റ് എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യുക. V/I ചെയ്ത് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് കിട്ടും. അത്രയേ ഉള്ളൂ. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.